ഷെയ്ക്കയിലെ ആ ഒരു പഠന രീതിയാണ് എന്നെ ഈ ഒരു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അക്കാഡമിക് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഷെയ്ക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതിൻ്റെ 5ാം വർഷത്തിലേക്ക് മുന്നേറുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഭൗതിക പഠനമാണ് ഷെയ്ക്ക കാഴ്ചവെക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഷെയ്ക്കയിലെ വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മീറ്റ് വിത്ത് ഷെയ്ക്കിയൻസ് ക്യാമ്പസ് വിസിറ്റിൻ്റെ ഭാഗമായി നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഷെയ്ക്കയിൽ നിന്നും എൻട്രൻസ് പഠനം പൂർത്തിയാക്കി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായി MBBS പഠന രംഗത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നമുക്കിവിടെയുണ്ട്. അവരുടെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ ഫാത്തിമത്ത് സുഹറ. ഞാൻ ഫസ്റ്റ് ബാച്ച് ഷെയ്ക്കയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞാൻ റഹിയ. ഞാൻ കഴിഞ്ഞ വർഷം ഷെയ്ക്കയിൽ നിന്നും നീറ്റ് ക്രാക്ക് ചെയ്ത് നിലവിൽ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ MBBS ജേണിയിൽ ഷെയ്ക്കയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു? അക്കാഡമിക് ഫെസിലിറ്റീസും മെൻറ്റർ സപ്പോർട്ടുമായിട്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠനം നടത്തുക എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ എത്തിച്ചത് ഷെയ്ക്കയാണെന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും. ഷെയ്ക്കയിലെ വ്യത്യസ്തമാർന്ന പഠന രീതിയാണ് എന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. ഷെയ്ക്കയിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ അക്കാഡമിക്സിനാണ്. ഓരോ സബ്ജക്റ്റും ഏത് രീതിയിൽ പഠിക്കണം എന്നത് എനിക്ക് തിരിച്ചറിവ് കിട്ടിയത് ഷെയ്ക്കയിൽ വന്നിട്ടായിരുന്നു. ഫിസിക്സിന് ഫിസിക്സിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ടും ബയോളജിക്കും കെമിസ്ട്രിക്കും അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ടുമായിരുന്നു അവിടുത്തെ പഠനരീതി മുന്നോട്ട് പോയിരുന്നത്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഫിസിക്സ് കൺസെപ്ച്വലായി ഓരോ ക്വസ്റ്റ്യൻസും ബൈഹാർട്ടായി പഠിക്കാതെ ഓരോന്നും എങ്ങനെ വന്നു എങ്ങനെ ചെയ്യണം എന്നത് കൺസെപ്ച്വലായി പഠിക്കുക എന്നതൊരു അനിവാര്യമായ കാര്യമാണ്. അത് എങ്ങനെ ആ ഫിസിക്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും ഷെയ്ക്കയിലെ അധ്യാപകന്മാർ എനിക്ക് തീർത്തും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്രോച്ച് എൻ്റെ നീറ്റ് പരീക്ഷയെ തീർത്തും വിജയകരമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കെമിസ്ട്രിക്ക് ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ ഇങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഫിസിക്സിനെ പോലെ തന്നെ കൺസെപ്ച്വലായി പഠിക്കാനും ഓർഗാനിക് കെമിസ്ട്രി എന്ന ഒരു ലോകം തന്നെ ഷെയ്ക്കയിൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രിയെ ഞാൻ 0 to ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 0യിൽ നിന്ന് ഹീറോയിലേക്ക് എന്നെ എത്തിച്ചത് ഷെയ്ക്കയിലെ ഓർഗാനിക് കെമിസ്ട്രിൻ്റെ അധ്യാപകൻ തന്നെയാണ്. അതിൽ ഞാൻ അഭിമാനകരമായി പറയുന്നു. ബയോളജി ബൈഹാർട്ട് പഠിച്ചിട്ടായിരുന്നു ഞാൻ അത്രയും കാലം എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെയ്ക്കയിൽ വന്നതിന് ശേഷമാണ് ബയോളജിയും കൺസെപ്ച്വലായി പഠിച്ചാലാണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് ഞാൻ തിരിച്ചറിഞ്ഞത്. ബയോളജിയും കൺസെപ്ച്വലായി പഠിച്ച് ഓരോ സബ്ജക്റ്റ് പഠിക്കേണ്ട രീതിക്കനുസരിച്ച് പഠിച്ചാൽ മാത്രമാണ് ഒരു കുട്ടിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് ഞാൻ തീർത്തും വിശ്വസിക്കുന്നുണ്ട്. ഷെയ്ക്കയിലെ ആ ഒരു പഠന രീതിയാണ് എന്നെ ഈ ഒരു തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നുണ്ട്. നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയ്ക്കയിലെ എക്സാംസ് നിങ്ങളെ എങ്ങനെ സഹായിച്ചിരുന്നു? അവിടുത്തെ എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവിടെ ഡെയിലിയും വീക്ക്ലിയും എക്സാം ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ മന്ത്ലി മെഗാ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതെ, അവിടെ ഡെയിലി എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഡെയിലി എത്രയോ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ എക്സാം കഴിയുമ്പോഴും അതേ ദിവസം ഡയറക്ടേഴ്സ് മീറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അവലോകനം അന്നേ ദിവസം തന്നെ അവിടെ നടത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷെയ്ക്കയിലെ ഒരു പ്രത്യേകതയായി ഞാൻ കണ്ട ഒന്നാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ നീറ്റ് സ്റ്റുഡൻറ്റിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്നത് വലിയൊരു ഫാക്റ്റായി വരുന്നുണ്ട്. അത് ഷെയ്ക്കയിൽ നിന്ന് തീർത്തും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതിലൊരു സംശയവുമില്ല. ഷെയ്ക്കയിലെ മെൻറ്റർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻ ഇത്രയും റാപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നത് ഞാൻ തീർത്തും മനസ്സിലാക്കിയത് ഷെയ്ക്കയിൽ വന്നിട്ടായിരുന്നു. ആ ഒരു ബന്ധം ഞാൻ ഇപ്പോൾ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നിട്ടും ഒരു അംശം പോലും കുറയാതെ കൊണ്ടുപോകുന്നു എന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഞാൻ ഏതൊരു സമയത്ത് ഡൗൺ ആകുമ്പോഴും എന്നെ തിരിച്ച് എൻ്റെ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ മെൻറ്റേഴ്സ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ലാസ്റ്റ് എക്സാം ഡേ വരെ അവരെന്നെ
സഹായിച്ചിട്ടുണ്ട്. ഏതൊരു അക്കാഡമിക്കലാണെങ്കിലും നോൺ അക്കാഡമിക്കലാണെങ്കിലും മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് തീർത്തും വലുതായിരുന്നു. ഷെയ്ക്കയിൽ നിന്ന് വാർത്തെടുത്ത ധാർമ്മിക മൂല്യബോധങ്ങൾ ഇവിടെ MBBS പഠനകാലത്ത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ചോദിച്ച ഈ ചോദ്യം ഒരു പ്രധാന ചോദ്യമാണ്. കേരളത്തിൽ അനേകം നീറ്റ് കോച്ചിങ് സെൻ്ററുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞാൻ ഷെയ്ക്ക തിരഞ്ഞെടുത്തു എന്നതിനൊരു മറുപടിയാണിത്. ധാർമ്മിക അന്തരീക്ഷത്തിൽ ഭൗതിക പഠനം എന്നത് എൻ്റെയും എൻ്റെ പാരൻസിൻ്റെയും ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഞാൻ ഷെയ്ക്കയിലൂടെ പൂർത്തീകരിച്ചു. അൽഹംദുലില്ലാഹ്. ഞങ്ങളിപ്പോൾ പങ്കുവച്ച പഠന രീതികൾ വിലയിരുത്തുമ്പോൾ ഇനിയും ഒരുപാട് സ്റ്റുഡൻറ്റ് ഷെയ്ക്കയിൽ വന്ന് നീറ്റ് ക്രാക്ക് ചെയ്ത് ഞങ്ങൾ ജൂനിയേഴ്സായിട്ട് വരും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.